കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ, രക്ഷ അഥവാ സാൽവേഷൻ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ആദ്യ മാതാപിതാക്കൾ ഏദനിൽ വെച്ച് ചെയ്തു പോയ അവിശ്വാസവും അനുസരണക്കേടുമായ പാപങ്ങൾ നിമിത്തം മനുഷ്യന് നഷ്ടമായ, എന്നാൽ അവനിലുണ്ടായിരുന്ന ദൈവാത്മാവിൻ്റെ ശക്തി തിരികെ നൽകുവാനായി പിതാവാം ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. സൃഷ്ടാവാം ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം മറുവിലയായി കൊടുത്തു. തൻ്റെ സൃഷ്ടികളായ മാനവരാശിയെ മുഴുവനും ലോകത്തിൻ്റെ അധിപതിയായ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങി. ആ രക്ഷകനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വിമോചകനായ ദൈവം നൽകുന്ന പാപത്തിൽ നിന്നുള്ള മോചനമാണ് രക്ഷ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ രക്ഷകൻ്റെ ഭരണത്തിന് കീഴിലും സംരക്ഷണയിലും ഈ ലോകത്തിൽ യേശുക്രിസ്തു സ്ഥാപിച്ച ഐഹിക രാജ്യമായ ദൈവരാജ്യത്തിൽ വസിച്ച് പ്രലോഭനങ്ങളിലും പാപങ്ങളിലും വീഴാതെ സാത്താനെ ജയിച്ച് വരുവാനുള്ള ലോകത്തിലും തൻ്റെ നാഥനോടൊപ്പം നിത്യതയിൽ ഒരു വിശ്വാസി ചേരുന്നതാണ് നിത്യജീവൻ അഥവാ നിത്യരക്ഷ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോകത്തിലെ പാപകരമായ ജീവിതം കൊണ്ട് രക്ഷയുടെ മഹത്വം നാം നഷ്ടമാക്കി കളയരുത്. പിന്നീട് അനുദപിക്കുവാൻ ഒരുപക്ഷെ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നാളെയെക്കുറിച്ച് ആർക്കറിയാം? ക്രിസ്തു തൻ്റെ ജീവൻ കൊടുത്താണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. മാതാപിതാക്കൾക്ക് മക്കളെന്ന പോലെ ദൈവം മക്കളായ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ദൈവത്തിൻ്റെ ആത്മാവാകുന്ന പാറകലിത്ത ദൈവം മൂക്കിലൂതിയ ജീവശ്വാസത്തിലൂടെ ആദമിൽ വസിച്ചതുപോലെ എന്നേക്കും നമ്മിൽ ശക്തിയോടുകൂടി വ്യാപരിക്കും. പൂർണ്ണമായും ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം അനുഗ്രഹിക്കും, സംശയമില്ല. ദൈവനാമം മഹത്വപ്പെടട്ടെ.